പ്രിയമുള്ള കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. മനുസ്മൃതി അറിവും തിരിവും പരമ്പര 5-ാം ഭാഗത്തിലേക്ക് സ്വാഗതം. 4-ാം ഭാഗം വരെ കൂട്ടുകാരൊക്കെ കേട്ടു. നല്ല രീതിയിലൊക്കെ എന്നെ പ്രോത്സാഹിപ്പിച്ചു. നേരിട്ട് കണ്ട പലരും നല്ല അഭിപ്രായങ്ങൾ എന്നോട് പറഞ്ഞു. അതൊക്കെ നല്ല ഒരനുഭവമാണ് എനിക്ക് തന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് 5-ാം ഭാഗത്തിലേക്ക് കടക്കുകയാണ്. 4-ാം ഭാഗത്തിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് ബ്രഹ്മാവ് മനുഷ്യ സൃഷ്ടി ആരംഭിക്കാൻ പോകുന്നു എന്നാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ചിന്തയിൽ വന്ന ഒരു വാക്കാണ് വർണ്ണം. അപ്പോൾ അവിടെ വരെയാണ് നമ്മൾ പറഞ്ഞ് നിർത്തിയത്. അപ്പോൾ ഇന്നിവിടെ നമുക്ക് വർണ്ണത്തെക്കുറിച്ച് ആലോചിക്കാം. വർണ്ണം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്ന ഒന്നാണ് നിറം. രണ്ടാമത് വരുന്ന വാക്കാണ് അക്ഷരം. വർണ്ണമാല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അക്ഷരമാല എന്ന് നമുക്ക് തോന്നും. ഇവിടെ മനുഷ്യ സൃഷ്ടിയാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ വിശാലമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടിലാണ് വർണ്ണം എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. വർണ്ണത്തെക്കുറിച്ച് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ വിശാലമായ രീതിയിൽ അതിനെ പഠിക്കേണ്ടതുണ്ട്. പക്ഷേ നമ്മുടെ ഈ കൊച്ചു വീഡിയോ കുറഞ്ഞ സമയപരിധിക്കുള്ളിൽ ഉള്ളതായതുകൊണ്ട് അത്രയും വിശാലമായി പറയുന്നില്ല. കുറച്ച് ചുരുക്കിയാണ് പറയുന്നത്. ബാക്കിയൊക്കെ കൂട്ടുകാർ സ്വയം അന്വേഷിച്ച് കണ്ടെത്തുക. വർണ്ണത്തിലെ ഒന്നാമത്തെ ഒരു ചിന്തയാണ് ജാതി. ജാതി എന്ന് പറഞ്ഞാൽ കൊച്ചുകുട്ടികൾക്ക് പോലും ഇന്ന് വളരെ സുപരിചിതമായിട്ടുള്ളൊരു വാക്കാണ് ജാതി. എന്നാൽ ജാതി എന്ന വാക്ക് അതിൻ്റെ അർത്ഥത്തിൽ വിരലിലെണ്ണാവുന്ന ആൾക്കാർ മാത്രമാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ എന്താണ് ജാതി? നമ്മൾ കഴിഞ്ഞ 2-3 ഭാഗങ്ങളിൽ ജനന രീതി അനുസരിച്ച് ഭൂമിയിലെ സ്ഥാവര ജംഗമങ്ങളെ തരംതിരിക്കുന്നതിനെക്കുറിച്ച് പഠിച്ചു. ജരായുജം, അണ്ടജം, അങ്ങനെ. ജരായുജം പ്രസവിച്ച് ഉണ്ടാകുന്നത്. അപ്പോൾ പ്രസവിച്ചുണ്ടാകുന്നു. അതിൽ നമുക്ക് പ്രധാനമായിട്ടും നമുക്ക് എടുക്കാവുന്ന ഒന്നാണ് മനുഷ്യൻ. അപ്പോൾ മനുഷ്യൻ എന്ന് പറയുന്ന പേര് പൊതുവായി ഉപയോഗിക്കുന്നതാണ് മനുഷ്യൻ. അപ്പോൾ മനുഷ്യൻ എന്നുള്ളതാണ് ജാതി. മനുഷ്യൻ എന്നുള്ളതാണ് ജാതി. ഇനി ആ ജാതിയെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം, സ്ത്രീ എന്നും പുരുഷനെന്നും. അപ്പോൾ അങ്ങനെ രണ്ടായിട്ട് തിരിയുമ്പോൾ അത് വ്യക്തികളായിട്ടാണ് മാറുന്നത്. സ്ത്രീ എന്ന് പറയുന്ന ഒരു വ്യക്തി, പുരുഷൻ എന്ന് പറയുന്നത് മറ്റൊരു വ്യക്തി. എന്താണ് വ്യക്തി? അപ്പോൾ വ്യക്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ തെളിവ് സഹിതം തിരിച്ചറിയിക്കുന്നതെന്നാണ്. തെളിവ് സഹിതം തിരിച്ചറിയിക്കുന്നത്. അതല്ല ഇത് എന്ന് വ്യക്തമായിട്ട് നമ്മളെ ബോധ്യപ്പെടുത്തുന്നതാണ് വ്യക്തി. ആ ഭാവത്തെയാണ് നമ്മൾ പറയുന്നത് വ്യക്തിത്വം. മനസ്സിലായില്ലേ? ഇപ്പോൾ ഒരു സ്ത്രീയെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അവരുടെ രൂപത്തിലും സംസാരത്തിലും അവരുടെ ചലനങ്ങളിലും ഒക്കെ അത് ഒരു സ്ത്രീയാണെന്ന് വളരെ വ്യക്തമായിട്ട് സംശയലേശമന്യേ നമുക്ക് ബോധ്യപ്പെടും. അതുപോലെ ഒരു പുരുഷനെ കണ്ടാലും മനസ്സിലായില്ലേ?
അതാണ് വ്യക്തികൾ, വ്യക്തിത്വം ഉള്ളവർ. അപ്പോൾ സ്ത്രീ ഒരു വ്യക്തിയാണ്, പുരുഷൻ മറ്റൊരു വ്യക്തിയാണ്. അപ്പോൾ ഈ രണ്ട് വ്യക്തികളും എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ജാതിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. മനുഷ്യൻ എന്ന് പറയുന്ന ജാതിയിലെ രണ്ട് ആൾക്കാരാണ് സ്ത്രീയും പുരുഷനും. അപ്പോൾ ജാതി, വ്യക്തി രണ്ടും കൂട്ടുകാർക്ക് മനസ്സിലായല്ലോ. അടുത്തതിലേക്ക് കിടക്കാം. ജാതി, വ്യക്തി, വ്യക്തിത്വം, ഈ മൂന്നും നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ പൊതുവായി പറയുന്ന ഒരു പേരാണ് ജാതി. മനുഷ്യൻ, മൃഗം, പക്ഷി, മേശ, കസേര, ഇങ്ങനെ പലതും പലതും. അപ്പോൾ ജാതിയിൽ നിന്നാണ് വ്യക്തി രൂപം കൊള്ളുന്നത്. അപ്പോൾ വ്യക്തിക്കുള്ള പ്രാധാന്യം എന്താണ്? അതല്ല ഇത് എന്ന് പൂർണ്ണമായി തെളിവോടുകൂടി നമ്മളെ ബോധ്യപ്പെടുത്തി തരണം. അതാണ് വ്യക്തിയുടെ ചുമതല. ഇനി വ്യക്തിക്ക് ഉള്ള മറ്റൊരു ഘടകമാണ് ഭാവം. ഭാവം അതായത് അയാളുടെ രീതി, അയാളുടെ ആശയം, അയാളുടെ താല്പര്യം, അയാളുടെ വികാര വിചാരങ്ങൾ, ഇങ്ങനെ പലതിനെയും ആശ്രയിച്ച് ഓരോ വ്യക്തിക്കും ഓരോ ഭാവങ്ങളുണ്ട്. ആ ഭാവത്തെയാണ് നമ്മൾ പറയുന്നത് വ്യക്തിത്വം. അപ്പോൾ അത് മനുഷ്യനായാലും മറ്റ് ജീവജാലങ്ങളായാലും ഓരോന്നിനും ഓരോരോ വ്യക്തിത്വമായിരിക്കും. ഒരേ അമ്മയ്ക്കും അച്ഛനും ഉണ്ടായ മക്കളിൽ ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടുള്ള വ്യക്തിത്വങ്ങളാണ് ഉള്ളത്. ഈ ലോകത്ത് മുഴുവനും വിവിധ തരത്തിലുള്ള വ്യക്തിത്വങ്ങൾ നിറഞ്ഞ സ്ഥാവര ജംഗമങ്ങളാണ് ഉള്ളത്. ഇനി വ്യക്തി വീണ്ടും വിഭജിക്കപ്പെടുന്നു. അവരാണ് ഉപവ്യക്തികൾ. ഉപവ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ വ്യത്യസ്തമായിട്ടുള്ള രീതികളുണ്ട്, ആശയങ്ങളുണ്ട്, വികാര വിചാരങ്ങളുണ്ട്, അങ്ങനെ പലതും പലതും ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഒരേ ആശയക്കാരും ഒരേ രീതികളുള്ളവരും ഒരേ പ്രവൃത്തികൾ ചെയ്യുന്നവരും ഒക്കെ ആയിട്ടുള്ള ആ വ്യക്തിത്വങ്ങൾ തമ്മിൽ കൂട്ടം കൂടാൻ തുടങ്ങും, സംഘമാവാൻ തുടങ്ങും. അപ്പോൾ അവർക്ക് സുഖമായിട്ട് ജീവിക്കാൻ പറ്റും. അതിൽ നിന്നാണ് വംശം, സമുദായം, കുലം തുടങ്ങിയിട്ടുള്ളത് ഉണ്ടായിരിക്കുന്നത്. വംശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിടത്തുനിന്ന് തന്നെ പൊട്ടിമുളച്ച് തഴച്ചു വളർന്ന് വീണ്ടും വീണ്ടും അതിങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കുന്നതാണ് വംശം. ഉദാഹരണത്തിന് ഒരു പേരുണ്ട് വംശി എന്ന് പറഞ്ഞാൽ ഈറയാണ്. ഈറ്റയുടെ ഒരു പ്രധാന കാര്യം എന്താണ്? ഒരു ഭാഗത്തുനിന്ന് തന്നെ പൊട്ടിമുളച്ച് പൊട്ടിമുളച്ച് വീണ്ടും പൊട്ടിമുളച്ച് പൊട്ടിമുളച്ച് അങ്ങനെ വരുന്നു. ഈറ്റയായാലും മുളയായാലും കരിമ്പായാലും ഒക്കെ. അതുപോലെ മനുഷ്യനും അങ്ങനെ തന്നെ. അപ്പോൾ ഒരേ ആശയങ്ങളും ഒരേ പ്രവൃത്തികളും ഒരേ രീതികളും ഒരേ വികാര വിചാരങ്ങളും ഒക്കെയുള്ള ആൾക്കാർ തമ്മിൽ കൂട്ടം കൂടുമ്പോൾ ഒന്നാമത് ഉണ്ടാവുന്നതാണ് വംശം. വംശം തന്നെയാണ് സമുദായം. സമുദായം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിച്ച് ചേർന്ന് നിൽക്കുന്നത്. ഓരോ സമുദായത്തിനും ഓരോരോ ചിന്താ രീതികളുണ്ടായിരിക്കും, ഓരോരോ ആചാര മര്യാദകളുണ്ടായിരിക്കും. അങ്ങനെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ സമുദായം എന്താണെന്ന് ബോധ്യപ്പെടും. ഇനി അടുത്തതാണ് കുലം. കുലം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്യോന്യം അല്ലെങ്കിൽ തമ്മിൽ തമ്മിൽ കൂട്ടുകെട്ടി
ആശ്രയിച്ച് ജീവിക്കുന്നതാണ് കുലം. അപ്പോൾ വംശം, സമുദായം, കുലം ഇതെല്ലാം ഉപവ്യക്തിത്വങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ജന്മരീതി, പിന്നീട് ജാതി, പിന്നീട് വ്യക്തി, ഇപ്പോൾ നമ്മൾ പഠിച്ചത് ഉപവ്യക്തിത്വങ്ങൾ അല്ലെങ്കിൽ ഉപവ്യക്തികൾ, അവരുടെ സമൂഹങ്ങൾ, കൂട്ടങ്ങൾ, സംഘങ്ങൾ. അപ്പോൾ വംശം, സമുദായം, കുലം ഇതിനെപ്പറ്റി നമുക്ക് അടുത്ത ഭാഗത്ത് സംസാരിക്കാം. വളരെ സന്തോഷം. വളരെ നന്ദി.